ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാനൊരു കാർ മേടിച്ചായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് ഞാൻ മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ആരുമല്ല, ഞാൻ തന്നെ ഫിറ്റ് ചെയ്തത്. അപ്പം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കാറിലേക്ക് കിടക്കാം. നമുക്ക് കാറിൻ്റെ അകത്തേക്ക് പോകാം. ഇതാണ് കാറിൻ്റെ ഉൾവശം. ഗൈസ്, ഇതാണ് മ്യൂസിക് സിസ്റ്റം. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ് കേട്ടോ. ഓൺലൈനിൽ നിന്ന് വരുത്തിയതാണ്. ഇത് കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ സൗണ്ട് ഫയർ എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് USB കണക്റ്റഡ് ആവും, ബ്ലൂടൂത്ത് കണക്റ്റഡ് ആവും. പിന്നെ നമുക്കിവിടെ മാറ്റാൻ വേണ്ടിയുള്ള സ്വിച്ചസ് ഉണ്ട്. മൂഡുണ്ട്. ഇത് മൈനസ്, ഇത് പ്ലസ്, സ്റ്റോപ്പ്. പിന്നെ മൊബൈൽ മുഖാന്തരം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അത്ര ഓപ്ഷനുണ്ട്. ഇതാണ് ഓൺ ബട്ടൺ. ഇതാണ് കാണുമ്പോൾ തന്നെ ഒരു രാത്രിയിലൊക്കെ നല്ല രസമാണ്. പാട്ടൊക്കെ വയ്ക്കുമ്പോൾ നല്ല കണ്ടോ. ഇത് ഓന് ഇപ്പോൾ ഓനായി. അത് ആദ്യമേ ഓനായില്ലായിരുന്നു. അതിൻ്റെ കൂടെ സെയിം USB അതിൻ്റെ അകത്തൊരു നോക്കി ബൾബ്, സെയിം കളർ. അത് ഞാൻ ചൂസ് ചെയ്തൊന്നുമല്ല, അതിൽ തന്നെ എനിക്ക് കിട്ടിയത് കേട്ടോ. പാട്ടുകൾ ഇടാനുണ്ട്. ചില പാട്ടുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ചില പാട്ടുകളല്ല, ഒരു 56 പാട്ടുകളുണ്ട്. ഇത് ഫസ്റ്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇത് ഞാൻ രാത്രിയിലാണ് കേട്ടോ ചെയ്തത്. ഡ്യൂട്ടിക്ക് പോയി വന്ന ശേഷം ഞാൻ ചെയ്തത്. ഇത് ഒരു ദിവസം ഇരുന്ന് ഇത് കട്ട് ചെയ്തേ. കട്ട് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നല്ല മൂർച്ചുള്ള ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇത് കട്ട് ചെയ്യണമെന്നുമില്ല, കാരണം നമുക്കിവിടെ ഒരു ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും. വലിയ മാർത്തിക്കാരുടെ വെബ്സൈറ്റിൽ പോയാലും നമുക്കൊരു സാധനം മേടിക്കാൻ കിട്ടും. സിസ്റ്റം വയ്ക്കുന്നത് തന്നെ നമുക്ക് കിട്ടും. അത് ഞാൻ പിന്നെ അത് മേടിച്ചില്ല. ഇവിടെ തന്നെ ഇതാണെങ്കിൽ ലുക്കും കൂടെയാണ്, സ്പേസും ഉണ്ടല്ലോ. അപ്പോൾ ഇത് ചുമ്മാ കാലിയായിട്ട് കിടക്കുമല്ലേ. അങ്ങനെ ഞാൻ എന്നെ ചെയ്തു, ഇത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തു. ഇതിൻ്റെ ഷേപ്പ് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ജസ്റ്റ് ഇത് വെച്ചിട്ട് ഇങ്ങനെ മേളിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യുക. ഇത് ഇച്ചിരൂടെ ഉള്ളിലേക്ക് പോകാനുണ്ട്. പിന്നെ കണക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നമ്മുടെ കാറിൽ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊരു കാറിൽ തന്നെ ഉള്ളത്, ഇത് മൊബൈൽ ചാർജർ. അതിൻ്റെ അകത്തുനിന്ന് ഇത് ശരിയുണ്ടോ ഞാൻ നോക്കിയില്ല കേട്ടോ. ഇതിൻ്റെ തന്നെ കണക്ഷൻ എടുത്ത് ഞാൻ ഇതിന് ഫിറ്റ് ചെയ്തു. പക്ഷെ ഇത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഇവിടെ ഇച്ചിരി തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. WD-40 വെച്ച് അടിച്ച് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നേ ഉള്ളൂ. അത് നോക്കണം. അതിനെ ഞാൻ വീഡിയോ നെക്സ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ചാൽ, കണക്ഷൻസ് കൊടുത്തു. ഇത് ഞാൻ ഇതിൽ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് രണ്ട് സ്പീക്കർ ഞാൻ എവിടെയാണ് വെച്ചതെന്ന് വെച്ചാൽ, ചിലവരെന്നെയും ഇത് ഇവിടെ സ്പീക്കറിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് വയ്ക്കും ഡോർ പാഡിൽ. ഞാനത് ചെയ്തില്ല. ഇതിൻ്റെ തന്നെ ഡാഷ്ബോർഡിൽ ഇവിടെ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ മോസ്റ്റ്ലി എൻ്റെ അഭിപ്രായത്തിൽ ഇത് സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ തന്നെ ആയിരിക്കും കേട്ടോ. സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു സ്പേസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വല പോലെ ഉണ്ട്.
ഡാഷ്ബോർഡിൽ തന്നെ ഉള്ളതാണ് കേട്ടോ, ഇത് ഞാൻ ആക്കിയതല്ല, ഉള്ളതാണ്. മാരുതി 800 ഉള്ളവരുടെ കയ്യിൽ അറിയായിരിക്കും. ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്പീക്കർ ഫിറ്റ് ചെയ്യാം. ഇത് ഞാൻ ഫസ്റ്റ് ഒരു അന്താജിക്ക് ഞാൻ ചെയ്തതാണ്, പക്ഷെ ആയില്ല. സ്പീക്കർ ഏതാണെന്ന് വെച്ചാൽ 4 ഇഞ്ചിൻ്റെ സ്പീക്കർ മേടിക്കണേ, അപ്പോഴേ അതിന് കറക്റ്റ് ആവുള്ളൂ. ഞാൻ ഫസ്റ്റ് ചെറുത് മേടിച്ചിട്ട് പറ്റിയില്ല, പിന്നെ ഞാനത് കടയിൽ നിന്ന് മേടിച്ചു. സ്പീക്കറിൻ്റെ അഭിപ്രായത്തിൽ എനിക്കൊരു 650 രൂപയായി, ഇതിന് 800 ചില്ലറയായി സൗണ്ട് ഫയറിന്. അങ്ങനെ 1300-ൻ്റെ അകത്തല്ല, 1300-ൻ്റെ അടുത്തായി എനിക്ക് ടോട്ടൽ ഒരു സ്പീക്കർ സിസ്റ്റം ഫിറ്റ് ചെയ്യുന്നതിന്. അത് 4 ഇഞ്ച് സ്പീക്കറാണ്. ഇത് 4 ഇഞ്ച് സ്പീക്കറേ ആവുള്ളൂ സൗണ്ട് കിട്ടണമെങ്കിൽ. പിന്നെ ഇത് സ്ക്രൂ പുറകിൽ നെറ്റുള്ളത് മേടിക്കണം കേട്ടോ, എന്നാൽ മാത്രമാണ് കറക്റ്റ് ആവുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ കുഴിയിലൊക്കെ വണ്ടി വീഴുമ്പോൾ ചിലപ്പോൾ അത് തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നെറ്റുള്ളതാണെങ്കിൽ അവിടെ കറക്റ്റ് ഫിറ്റിൽ നിന്നോളൂ. പിന്നെ ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തത് എന്നാന്ന് വെച്ചാൽ, ഇത് ഈ വയറല്ല, കാറിന് തന്നെ വേറെ വയറ് കിട്ടും. ഇത് ഞാൻ അർജൻറ്റിനെ അറിയാതെ പോയി മേടിച്ചതാണ്. ഓക്കെ, അവിടെ ആയില്ലേ. നെക്സ്റ്റ് ഇങ്ങോട്ട് ഇവിടെ ഒരു സ്പീക്കറുണ്ട്, സെയിം അത് തന്നെ സിസ്റ്റം, രണ്ടിടത്തും ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതും സ്ക്രൂ ഞാൻ പറഞ്ഞ പോലെ ബാക്കിൽ നെറ്റുള്ളത് മേടിക്കണം. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം, നോക്കാം. Play by USB drive. കണ്ടോ, നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ. പിന്നെ പുറകിലും വേണം സ്പീക്കർ കണക്ട് ചെയ്യാം, വയറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് ചെയ്തില്ല, ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്യാൻ കാറിൽ. ഇത് നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ 800 കാറിൻ്റെ അകത്ത് മ്യൂസിക് സിസ്റ്റം ഇല്ലല്ലോ. സെക്കൻഡ് ഹാൻഡ് മേടിക്കുന്നവർ ചില വണ്ടി കാണും, ഞാൻ മേടിച്ചപ്പോൾ ഇതിലില്ലായിരുന്നു. നമുക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾ കടയിലൊന്നും പോകണ്ട, ആറാമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്താൽ മതി. കണക്ഷൻസ് നമ്മൾ നോക്കി ചെയ്യുക, അതവിടെ പ്ലസ് മൈനസ്. പിന്നെ ഇതിൽ ഈ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഏതിന് ലെഫ്റ്റ് റൈറ്റ് മൈനസ് പ്ലസ്, ഇതിൽ തന്നെ അവിടെ ഒരു കാണിച്ചിട്ടുണ്ട്, അവർ സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഇതാണ് മ്യൂസിക് സിസ്റ്റം ഫിറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.